എല്ലാവർക്കും നമസ്കാരം. യൂണിഫോംഡ് സർവീസിൻ്റെ ഒരുപാട് വേക്കൻസികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാൾ ഫോർ ചെയ്തിരിക്കുകയാണ്. ഒരു 3-4 നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെടുന്നതാണ്. യൂണിഫോംഡ് സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വല്ലാത്തതാണ്. കാരണം പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു എൽ ഡി ക്ലർക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള വേക്കൻസിയോ വിളിക്കുന്ന സമയത്ത് അതിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പായി നിൽക്കുന്നവർക്ക് മാത്രമാണ് അവിടെ എൻട്രി അല്ലെങ്കിൽ കയറാൻ പറ്റുന്നതാണ്. പക്ഷേ അവർ ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള കുറേ ടീമുകളാണ് എങ്കിൽ അത്തരക്കാരെ നമുക്ക് യൂണിഫോം സർവീസിൽ കയറാൻ കഴിയില്ല എന്നതാണ്. ആ സമയങ്ങളിൽ നമ്മൾ ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം സർവീസിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ എഫിഷ്യൻസി തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ചേരുന്നത്. അത് കൂടാതെ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുവാക്കളുടെ ഒരു തൊഴിലിൻ്റെ ചാകര തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിഫോംഡ് സർവീസ്. അത്തരത്തിലുള്ള ഒരുപാട് വേക്കൻസികളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. ആദ്യമായി സൂചിപ്പിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ വേക്കൻസിയെ കുറിച്ചാണ്. അതായത് 471/2024 എന്ന നോട്ടിഫിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. അതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +1 അതിന് വേണ്ട യോഗ്യത. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ DCA പാസ്സായിട്ടുണ്ടാവണം. അവർക്കാണ് പ്രിഫറൻസ് കിട്ടുമെന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്ററാണ്. 50 കിലോമീറ്റർ വെയിറ്റിന് സൂചിപ്പിക്കുന്നത്. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതാണ്. ഇതേ കേസ് തന്നെ SC/ST ടീമുകൾക്കാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി. അതേസമയത്ത് ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ മതി. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 ആണ് സ്കെയിൽ ഓഫ് പേ എന്നുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/1/2025 ലാസ്റ്റ് ഡേറ്റ്. ഒരുപാട് സമയമില്ല, പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ യൂണിഫോംഡ് സർവീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല. കേരള ഉള്ള വേക്കൻസികളാണ് കണക്കാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള എക്സാമിനേഷൻ നടക്കുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുകയാണ്. ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വാങ്ങിക്കാൻ പറ്റും. 1 ടൈം രജിസ്ട്രേഷനിലൂടെ നിങ്ങൾ തുളസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് കയറിയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ വേക്കൻസിയാണ്. അതും ഓൾ കേരള ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിൻ്റെയും സ്കെയിൽ ഓഫ് പേ 27,900 63,700 എന്നുള്ളതാണ് സ്കെയിൽ ഓഫ് പേ. +2 പാസ്സായിട്ടുണ്ടാവണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവണം. അതിനോടൊപ്പം തന്നെ IV റിലേറ്റഡ് ആയിട്ടുള്ള കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുകൂടാതെ ഒരു 2.5 കിലോമീറ്റർ ദൂരം 13 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുകയും വേണം എന്നുള്ളതാണ്. 2.5 കിലോമീറ്റർ ദൂരം 13 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കണം എന്നുള്ളതാണ്. അത് എൻഡുറൻസ് ടെസ്റ്റ് എന്നുള്ള വ്യായാമമാണ്. അതിൻ്റെ ഏജ് പറയുന്നത് 19-31 19ൻ്റെയും 31ൻ്റെയും വയസ്സിനകത്തുള്ള ആൺകുട്ടികൾ +2 പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപേക്ഷ കൊടുക്കാൻ കഴിയും എന്നും കൂടി മനസ്സിലാക്കുക. ഹൈറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. 81 സെൻറ്റിമീറ്ററാണ് ചെസ്റ്റ്. 5 സെൻറ്റിമീറ്ററുടെ എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ്. അതേസമയത്ത് SC ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി. അത് 160 സെൻറ്റിമീറ്റർ മതി. ചെസ്റ്റ് ആണെങ്കിൽ 76 സെൻറ്റിമീറ്റർ മതിയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതും യൂണിഫോംഡ് സർവീസാണ്. ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. യുവാക്കളായിട്ടുള്ള +2 പാസ്സായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചാൻസ് ആണെന്നുള്ളതാണ്. ഇഷ്ടംപോലെ വേക്കൻസി വരാനും കൂടി സാധ്യതയുണ്ട്. മൂന്നാമതൊരെണ്ണമാണ് 740/2024 എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നാണ് പറയുന്നത്. അതിൽ ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് പറയുന്നതും ആൺകുട്ടികൾക്ക് മാത്രമാണ്. 29/1/2025 ഇതിൻ്റെ അവസാന തീയതി. ഇതിൻ്റെ സ്കെയിൽ വ്യത്യാസമുണ്ട്. 31,100 66,800 എന്നുള്ളതാണ് സ്കെയിൽ ഓഫ് പേ. ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നത്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം വേണ്ട. നേരത്തെ കുറേ മുൻപ് മാത്രമാണ് ARലേക്കും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ പോലീസ് കോൺസ്റ്റബിളിനെയും എല്ലാ പോലീസിൻ്റെയും ഫസ്റ്റ് ട്രെയിനിങ് നടന്നിട്ട് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സീനിയോറിറ്റി ബേസിൽ ഡിസ്ട്രിക്ട് ആംഡിലേക്ക്, അതായത് ജില്ലാ ആസ്ഥാനത്തിലേക്ക് മാറുന്നു. അവിടെ നിന്നും സീനിയോറിറ്റി പ്രകാരം ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറുന്നു. അതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപേക്ഷിക്കുന്നതിന് MSP ഉണ്ട്, SAP ഉണ്ട്, അതുപോലെ തന്നെ KP 1st 2nd 3rd 4th 5th അങ്ങനെ 7 ബറ്റാലിയനിലേക്കാണ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുക. ഓരോ ബറ്റാലിയനിലേക്കും കൃത്യമായിട്ടുള്ള ജില്ലകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് മനസ്സിലാക്കുക. KP 1st പറഞ്ഞാൽ എറണാകുളത്തിലുള്ള ആർക്കാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്. എറണാകുളം റൂറലും അർബണും
KP സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലക്കാർക്കും തൃശ്ശൂർ ജില്ലക്കാർക്കും അപേക്ഷ കൊടുക്കുന്നത് KP സെക്കൻഡിലാണെന്നുള്ളതാണ്. KP തേർഡാണെങ്കിൽ പറഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലക്കാരാണെങ്കിൽ KP തേർഡ് ബറ്റാലിയനിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത്. KP ഫോർത്ത് എന്ന് പറയുന്നത് കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലക്കാരാണ്. KP ഫിഫ്ത്ത് എന്ന് പറയുന്നത് കോട്ടയം, ഇടുക്കി എന്നുള്ള ജില്ലക്കാർക്കാണെന്നുള്ളതാണ്. അതുകൂടാതെ സ്പെഷ്യൽ ആംഡ് പോലീസ്, അതാണ് SAP എന്ന് പറഞ്ഞത്, അത് തിരുവനന്തപുരത്തിൻ്റെ റൂറലും അർബണും ഉള്ളവർക്കാണ് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുക. പിന്നെ അത് കൂടാതെ വരുന്നത് മലബാർ സ്പെഷ്യൽ പോലീസുണ്ട്, അതിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലക്കാർക്കാണ് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കുക. ഏജ് പറയുന്നത് 18-26 മറ്റേന്ന് വ്യത്യസ്തമായിട്ട് 18-26 വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ എല്ലാത്തിനുമുണ്ട്. അതായത് OBC, SC, OBC, ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയുള്ള മറ്റേ റിസർവ് കമ്മ്യൂണിറ്റിക്ക് 3 വർഷത്തെ വയസ്സിളവും, അതേസമയത്ത് SC, ST ടീമിക്കാണ് 5 വർഷത്തെ വയസ്സിളവും ഒന്നുകൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഹൈറ്റിനും വ്യത്യാസമുണ്ട്. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. SC ആണ് പറഞ്ഞാൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി, 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വേറെ ഒന്നും പറഞ്ഞത്. അപ്പോൾ ഇത്രയും 3 വേക്കൻസികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 3ഉം കണക്കാക്കിയിട്ടില്ലാത്ത ജില്ലകളിൽ അതല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികൾ സാധ്യതയുള്ളതാണ്, കിട്ടാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു LD ക്ലർക്കിൻ്റെ ഒരു റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റുള്ള ടീമുകളുടെ ഒരു പട്ടിക വരുന്നുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ എത്ര വേക്കൻസിയാണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി മാത്രമായിരിക്കും ചിലപ്പോൾ അവർ റാങ്ക് ലിസ്റ്റ് ഇടുക. ഇതങ്ങനെയല്ല. ഈ റിട്ടേൺ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ഇരട്ടി 6 ഇരട്ടി വലുപ്പത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുക. കാരണം റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞവരെല്ലാം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകണമെന്നില്ല. പിന്നെ ഇതിലെല്ലാം തന്നെ ഫിസിക്കൽ ടെസ്റ്റുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് 5-8 ഐറ്റമാണ് ഉണ്ടാകുക. 2 ഏറ്, 2 ചാട്ടം, 2 ഓട്ടം, 1 സ്കിപ്പ്, 1 ചിന്നിങ്, അത് റോപ്പ് ക്ലൈമ്പിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് റേസ്, ലോങ് റേസ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാൾ ത്രോയിങ്, ഷോർട്ട് പുട്ടറുകൾ എന്നുള്ളതൊക്കെയാണെന്നുള്ളതാണ്. ഇതിലേതെങ്കിലും 8 എണ്ണത്തിൽ 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അല്ലാണ്ട് അതിൽ 1ാം സ്ഥാനം തന്നെ വരണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് സർവീസിൻ്റെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളായിരിക്കും, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി സർവീസ്. വളരെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. മിസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ, അതിൻ്റെ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ നടത്തുക. നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇത് എല്ലാത്തിൻ്റെയും തന്നെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് 3ൻ്റെയും നോട്ടിഫിക്കേഷൻ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.